നിയമസഭാ തെരഞ്ഞെടുപ്പിലെ യു.ഡി.എഫ് തരംഗത്തിനിടയിലും മണലൂർ നിയോജക മണ്ഡലത്തിൽ യു.ഡി.എഫിന്റെ ടി.എൻ. പ്രതാപന് തോൽവി. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി സി.പി.എമ്മിന്റെ സി. രവീന്ദ്രനാഥ് 122 വോട്ടുകളുടെ നേരിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറി. തൃശൂർ ജില്ലയിലെ തൃശൂർ താലൂക്കിലെ അരിമ്പൂർ, മണലൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളും, തലപ്പള്ളി താലൂക്കിലെ ചൂണ്ടൽ, കണ്ടാണശ്ശേരി എന്നീ ഗ്രാമപഞ്ചായത്തുകളും, ചാവക്കാട് താലൂക്കിലെ എളവള്ളി, മുല്ലശ്ശേരി, വാടാനപ്പള്ളി, പാവർട്ടി, ഗുരുവായൂർ നഗരസഭയിലെ പഴയ തൈക്കാട് ഗ്രാമപഞ്ചായത്ത്, വെങ്കിടങ്ങ് എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഉൾക്കൊള്ളുന്ന നിയമസഭാ മണ്ഡലമാണ് മണലൂർ നിയമസഭാ മണ്ഡലം. 10 വർഷമായി ഇടതുപക്ഷം അടക്കിവാണിരുന്ന മണ്ഡലമായിരുന്നു മണലൂർ. 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 2000-ന്റെ തുടക്കത്തിലും പി.എ. മാധവൻ, വി.എം. സുധീരൻ തുടങ്ങിയ കോൺഗ്രസ് നേതാക്കൾ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിൽ എത്തിയിരുന്നു. എന്നാൽ മുരളി പെരുന്നെല്ലിയുടെ നേതൃത്വത്തിൽ സി.പി.എം കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി ഇവിടെ ശക്തമായ സ്വാധീനം ഉറപ്പിക്കുകയായിരുന്നു. 2021-ലെ തെരഞ്ഞെടുപ്പിൽ മുരളി പെരുന്നെല്ലി 78,337 വോട്ടുകളായിരുന്നു നേടിയിരുന്നത്. യു.ഡി.എഫിനു വേണ്ടി മത്സരിച്ച കോൺഗ്രസിലെ വിജയ് ഹരി 48,461 വോട്ടുകളാണ് നേടിയത്. ബി.ജെ.പി എൻ.ഡി.എ സ്ഥാനാർത്ഥിയായിരുന്ന എ.എൻ. രാധാകൃഷ്ണൻ 36,566 വോട്ടുകളും 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയിരുന്നു.